യെസ്. അപ്പോ ഇതിനു മുമ്പ് എക്കണോമിക്സ് പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? 11th-ലും 12th-ലും നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചവരായിരിക്കുമല്ലോ. എക്കണോമിക്സ് ആദ്യമായിട്ട് കാണുന്നവരല്ലല്ലോ ആരും. യെസ്. അപ്പോ എക്കണോമിക്സ് എന്താണ്? എക്കണോമിക്സ് എന്ന് കേൾക്കും. എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന എക്കണോമിക്സ് എന്ന് പറഞ്ഞ? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കൊല്ലം എക്കണോമിക്സ് പഠിച്ചപ്പോ എക്കണോമിക്സ് എന്താണെന്നാ മനസ്സിലായേ? എക്കണോമിക്സ് എന്താണെന്നാ മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ല. വെരി ഗുഡ്. സോഷ്യൽ സയൻസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ. എക്കണോമിക് കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ GDP. എന്നാ ഒന്ന് GDP എത്രയാണെന്ന് കേൾക്കട്ടെ. എത്ര ഇപ്പോഴത്തെ ഇന്ത്യൻ GDP ഗ്രോത്ത് റേറ്റ് എത്രയാ? കൊമേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലായി. ഓക്കെ. അതൊന്നും നോക്കാൻ പോയിട്ടില്ല. ഓക്കെ. സോ പണം കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആണോ എക്കണോമിക്സ്? എക്കണോമിക്സിന്റെ ഏത് ആക്ടിവിറ്റിയിലൂടെയാണ് പണം കിട്ടുന്നത്? ആ ആക്ടിവിറ്റി എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കാശുണ്ടാക്കായോ? യെസ്. അപ്പോ ഓക്കെ. സോ എനിക്ക് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. 49. ഏകദേശം 50 പേരുടെ അടുത്തുണ്ട്. അതിനകത്ത് ആകെ മെസ്സേജ് അല്ല, എന്താണ്, ആക്റ്റീവായിട്ട് ഓക്കെ. സോ നമുക്ക് തുടങ്ങുന്നതിനിടയിൽ ഈ ഇതുണ്ടോ? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? PDF ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ എങ്ങനെയെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും ഉണ്ടോ? ഓക്കെ. സോ കാര്യം എളുപ്പമായി. ഓക്കെ. നമുക്ക് സ്റ്റഡി നോട്ട് 1ലേക്കാണ് ഞാൻ പോകുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എക്കണോമിക്സ്. അതില് ആദ്യം കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എന്താണ് എക്കണോമിക്സ് എന്നാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. അപ്പോ എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ്. നിങ്ങൾ പറഞ്ഞതുപോലെ സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഒരു എന്താ പറയുന്നത്, സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ആർട്ടാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന തിയറീസ് ഒന്നും അല്ല. സയൻസ് എങ്ങനെയാണ് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്ട്സ് ആണ്, അല്ലെ? പക്ഷെ ഇത് പ്രൂവ് ചെയ്ത് അങ്ങനെ ആരും എഴുതി വെച്ചിരിക്കുന്ന തിയറീസ് ഒന്നും അല്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളൊരു എന്താ പറയാ, ജസ്റ്റ് ഒരു നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺ ആണ് എക്കണോമിക്സിൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. അപ്പൊ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ വളരെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ. നമുക്കിപ്പോ ഈ ക്ലാസ്സിന്റെ ഇടയിൽ ക്ലാസ് നിർത്തിയിട്ട് പോയി ഒരു BMW കാർ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സൂപ്പർ ആയിട്ടുള്ള സ്വപ്നമാണല്ലേ. അപ്പോ അതുപോലത്തെയൊക്കെ സ്വപ്നങ്ങള് കാണാനായിട്ടും, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വേണമെന്നും നമ്മുടെ മനസ്സിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റിയെന്ന് വരുമോ? ഇല്ല, അല്ലെ? അതൊരിക്കലും നമുക്ക് ഫുള്ളായിട്ട് നടത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോ അതിനകത്ത് വരുന്നൊരു എന്താണ്, ഒരു മിസ്മാച്ച്, പ്രൊഡക്ഷൻ അല്ലെ, ഒരു റിസോഴ്സസിന്റെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും തമ്മിലുള്ള ഒരു മിസ്മാച്ച് ആണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് how you allocate your limited resources to your unlimited wants. മനസ്സിലായോ? എന്താണ്? how you allocate
ഹൗ യു അലോക്കേറ്റ് യുവർ, നിങ്ങൾ ജസ്റ്റ് ലെക്ചർ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോ ഏത് എക്കണോമിക്സ്, ഏത് റിസോഴ്സസ്, ഏത് വാണ്ട്സ് എന്ന് പറയേ. ഓക്കെ, സോ യെസ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഹൗ യു അലോക്കേറ്റ് യുവർ അൺലിമിറ്റഡ് വാണ്ട്സ് ടു യുവർ ലിമിറ്റഡ് റിസോഴ്സസ്. Unlimited wants to your limited resources. ഇനി എന്തൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് ആണ് അടുത്തത്. സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് എന്നാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. നാല് കോൺസെപ്റ്റുകളായിട്ടാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടയാളപ്പെടുത്തി, ടെക്സ്റ്റ് ബുക്ക് അല്ല സോറി, സ്റ്റഡി മെറ്റീരിയൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചാൽ മതി. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ. നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട്. യെസ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മെറ്റീരിയൽ, ഓർഗനൈസേഷൻ. മെറ്റീരിയൽ അവിടെ നിന്ന് നീ എവിടെ നിന്ന് കയറ്റിയത് ഇടയില്? അത് ബിസിനസ് ലേബർ, സോറി, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. യെസ്, നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് ഉള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അഥവാ ഓൺട്രപ്രണർ. അതിൽ ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്. വെരി ഗുഡ്. ഇനി ലാൻഡ്, ലേബർ, ക്യാപിറ്റലിനോ ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണറിന് പ്രോഫിറ്റ്. യെസ്, യെസ്, വെരി ഗുഡ്. സോ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോ അതിൽ ആദ്യത്തെയാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫൈനൽ, ഒരു റോ മെറ്റീരിയലിനെ ഫൈനൽ ഗുഡ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇൻവോൾവ്സ് ദി ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസ്, പ്രോസസ് ഓഫ് ചേഞ്ചിങ് റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് ഗുഡ്സ്. നാല് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. യെസ്, പിന്നെ ടെക്നീക്ക് ആൻഡ് ടെക്നോളജി. ടെക്നീക്ക് ആൻഡ് ടെക്നോളജി എന്താണ്? ടെക്നീക്ക്, അത് ടെക്നോളജിയും ടെക്നീക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെക്നിക് എന്ന് വെച്ചാൽ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു മെത്തേഡിനല്ലേ ടെക്നിക് എന്ന് പറയുന്നത്. യെസ്. വേറെന്തെങ്കിലും ഒപ്പീനിയൻ? വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ടെക്നീക്ക് ആൻഡ് ടെക്നോളജി, അത് ആരാ ഉത്തരം പറഞ്ഞതെന്ന് പേര് പറയോ? കാർത്തിക്. കാർത്തിക്, വെരി ഗുഡ്. ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. കാർത്തിക് പറഞ്ഞതുപോലെ ഒരു ടെക്നീക്ക് യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു ഗേറ്റ് എന്നൊക്കെ പറയാം. അതാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ടെക്നീക്കും ടെക്നോളജിയും
ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് 2 ടെക്നീക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ഒന്ന് ലേബർ ഇന്റൻസീവ് ടെക്നീക്കും മറ്റത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നീക്കും. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയുമ്പോൾ 2 റിസോഴ്സസ് അല്ലെങ്കിൽ 2 റോ മെറ്റീരിയൽസ് ആണ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കാണിക്കുന്നത്, ലേബറും ക്യാപിറ്റലും. അതിൽ നമ്മൾ ലേബർ കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നീക്ക് എന്നും, ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടെക്നീക്ക് ആണെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നീക്ക് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, അവിടെ ലേബർ ഇന്റൻസീവ് ടെക്നീക്കാണ്. കുറെ പേരിരുന്ന് തയ്ക്കുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറെ പേരിരുന്ന് അച്ചാർ പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് കുടുംബശ്രീസിലൊക്കെ ഇത് ഫേമസ് ആണ്. കുടുംബശ്രീയിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ്? ലേബർ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നീക്ക് ആണ്. നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് കൂടുതൽ ചീപ്പ് ലേബേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ആ ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടത്തെ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കൺട്രീസ് ലൈക്ക് USA, ജപ്പാൻ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ കൂടുതലും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നീക്കിനായിരിക്കും. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം അവിടെ. Technique is defined as the ratio in which inputs are combined together to produce one unit of product. അവിടെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് ക്യാപിറ്റലും ലേബറും ആണ്. മറക്കരുത്, ക്യാപിറ്റലിനെ K എന്നും ലേബറിനെ L എന്നുമാണ് നമ്മൾ എക്കണോമിക്സിൽ വിളിക്കുന്നത്. അടുത്തത് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം കൊടുത്തിട്ട് വേറൊരു സാധനം വാങ്ങിക്കുക. യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഗുഡ്സ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നത്? പൈസ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നത്. യെസ്. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോ when you give money or when you give resources you will get back the goods and services. അതാണ് എക്സ്ചേഞ്ച്. നമ്മൾ ഈ ടെക്നീക്ക് ഓഫ് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വിളിക്കുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ, അത് പ്രോപ്പർ ആയിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ചിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്യുക. ഇറ്റ് മീൻസ് ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു ദി അനദർ പേഴ്സൺ. ഏറ്റവും താഴത്തെ സെന്റൻസും കൂടെ അണ്ടർലൈൻ ചെയ്യുക. പ്രൈസ് ഇസ് എസെൻഷ്യൽ ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ മണി. Price is essential for the exchange of goods for money. അടുത്ത distribution. It means sharing of income among factors of production. അടിയിലത്തെ factors of production അവിടെ അതിന്റെ റിവാർഡ്സ് എഴുതിയിട്ടുണ്ട്. rent, wages, interest and profit. നമുക്ക് 2 തരത്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഒന്ന് മൈക്രോ തരത്തിലും 2 മാക്രോ തരത്തിലും. മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ, മാക്രോ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ പേര് തന്നെ ഉണ്ട്. മൈക്രോ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, അതായത് ഓരോരുത്തർക്കും, ഒരു ഫേം, ഒരു ഇൻഡിവിജ്വൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു ബിൽഡിംഗ്, ഒരു ബിസിനസ്, അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്കണോമിക് യൂണിറ്റ്സിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്നും. അതുപോലെ തന്നെ മാക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്കോണമി ആസ് എ ഹോൾ, ഒരു മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് എക്കോണമിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് മാക്രോ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. അത് ഇപ്പൊ എന്താ പറയാ, മൊത്തത്തിലുള്ള നാഷണൽ ഇൻകം. ഞാൻ എക്കണോമിക്സ് അറിയുമെന്ന് ചോദിച്ചപ്പോ GDP-യുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. GDP ആണ് നമ്മൾ ഈ മൊത്തത്തിലുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് മാക്രോ ഡിസ്ട്രിബ്യൂഷനിലാണ്. എന്താ GDP എന്ന് അറിയോ നിങ്ങക്ക്? ആരാ GDP-നെ പറ്റി പറഞ്ഞ?
റിസ്വാൻ GDP നെ പറ്റിയുള്ള പഠിത്തമാണെന്ന് പറഞ്ഞല്ലോ. എന്താ മോനെ GDP? GDP പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതിപ്പോ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിന്റെയും കൂടിയുള്ള ഒരു ആവറേജ് അല്ലേ? ഒരാഴ്ചത്തെയോ? ഒരു രാജ്യത്തെ ഓക്കെ. ഒരു രാജ്യത്തെ ഞാൻ കേട്ടില്ല, സോറി. ഒരു രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിന്റെ ഒരു ആവറേജ് അല്ലേ? ആവറേജ് എന്ന് പറയാൻ പറ്റില്ല. ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. രാജ്യത്ത് മോൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എല്ലാ കണക്കും നമ്മൾ ടോട്ടൽ വാല്യൂ എടുക്കുമ്പോഴാണ് നമുക്കത് GDP ആയിട്ട് വരുന്നത്. അതിനെ നമുക്ക് വേറെ പേരിട്ട് വിളിക്കാൻ സാധിക്കും, നാഷണൽ ഇൻകം. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാക്രോ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ അവിടെ അണ്ടർലൈൻ ചെയ്യണം മൈക്രോ ഡിസ്ട്രിബ്യൂഷന്റെ താഴെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു ലേബറിന് വേജ് നിശ്ചയിക്കുന്നതും ഒരു ലാൻഡിന് റെന്റ് നിശ്ചയിക്കുന്നതുമായിട്ടുള്ള പ്രോസസ്സുകളാണ് ഈ മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാക്രോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ദി ടോട്ടൽ നാഷണൽ ഇൻകം എമംഗ് ദി ടോട്ടൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തിന്റെ മൊത്തം ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്രോ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് കൺസംഷൻ. എന്താണ് കൺസംഷൻ? ഉപയോഗം. യെസ്. ഉപയോഗിക്കുന്ന ആളെ വിളിക്കുന്നത് കൺസ്യൂമർ. യെസ്, വെരി ഗുഡ്. അഥവാ ഉപഭോക്താവ്. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. എന്തിനാ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? പുണ്യം കിട്ടാനാണോ? സാറ്റിസ്ഫൈ ചെയ്യാൻ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഡിസയേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു യൂട്ടിലിറ്റി ഉണ്ട് അല്ലെ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കെല്ലാം അറിയാലോ, ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ 11th-ലെയും 12th-ലെയും എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും തുറന്നു വെച്ചിട്ടില്ലല്ലോ അല്ലെ? അല്ലല്ല, പഠിച്ചോർമ്മയില്ല. ഓ വാവ്, സ്റ്റുഡൻസിനെ കിട്ടിയ ഞാൻ ആരായി. അപ്പോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വോണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി. അതായത് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു കമോഡിറ്റിക്കും അല്ലെങ്കിൽ ഏതൊരു സർവീസിനും ഒരു യൂട്ടിലിറ്റി പൊസസ് ചെയ്യും. അപ്പൊ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ഇറ്റ് ഇസ് എ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അവിടെ അണ്ടർലൈൻ ചെയ്യുക, ആക്ട് ഓഫ് യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദി വോൺസ്. നമ്മൾ ഫുഡ് വാങ്ങിക്കുമ്പോ, ക്ലോത്ത്സ് വാങ്ങിക്കുമ്പോ ഈ കൺസംഷൻ എന്ന് പറയുന്നത് കഴിക്കുക എന്ന് മാത്രമുള്ളത് മാറ്റി വെക്കുക കേട്ടോ മനസ്സിൽ നിന്ന്. എന്തൊരു കാര്യം, ഇപ്പൊ നിങ്ങളൊരു പേന കൊണ്ട് എഴുതിയാലും ഇപ്പൊ ഒരു എന്താ പറയാ, എന്ത് സാധനം യൂസ് ചെയ്യുന്നതിന് നമുക്ക് കൺസംഷൻ എന്ന് പറയാൻ സാധിക്കും. ഇനി ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് ആണ്. ആരാ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത്. ഓക്കെ. എക്കണോമിക്സ് 2 തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാ? ഇനി ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കാം, അപ്പൊ നമുക്ക് പഠിത്തം നടക്കും. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ ആരാണ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ്? ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് തന്നെയോ? ആഡം സ്മിത്ത് തന്നെയല്ലേ? അല്ല, അവിടെ തെറ്റി. എന്തോ? ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, ആൽഫ്രഡ് മാർഷൽ. അപ്പൊ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സോ? ജോൺ മെനാർഡ് കെയ്ൻസ്. ഓക്കെ. നിങ്ങള് എന്തെങ്കിലും എന്താ പറയാ 11th-ലും 12th-ലും ബുക്കൊക്കെ ഇന്നലെ അരിച്ചു പറക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? ഇതൊക്കെ ഇല്ല, സിമ്പിൾ കാര്യം, ജനറൽ നോളജ്. ഓ വെരി ഗുഡ്. അപ്പൊ 4 ഡെഫിനിഷൻസ് ആണ് നമുക്കുള്ളത് പഠിക്കാനായിട്ട്. എന്തായാലും എന്റെ ഒരു എഫേർട്ട് കുറഞ്ഞു. താങ്ക് യു.
വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കാർസിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ. അതിൽ വെൽത്ത് ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ്. വെൽഫെയർ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് വെൽഫെയർ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. സ്കാർസിറ്റി ഡെഫിനിഷൻ ബൈ ലയണൽ റോബിൻസ്, അതുപോലെ തന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ ബൈ പോൾ എ സാമുവൽസൺ. ഈ 4 എക്കണോമിസ്റ്റുകളുടെ ഡെഫിനിഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ നമ്മൾ മൂവ് ഓൺ ചെയ്യാണ് വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ ബുക്കിന്റെ പേരെന്താ? ആഡം സ്മിത്തിന്റെ ബുക്കിന്റെ പേരെന്താ? എന്താണ്? An inquiry into the nature and causes of the wealth of nation. വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്നു. അതിന്റെ പുറകെ കുറച്ച് വാക്കുകളും കൂടെ ഉണ്ട്. ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഏത് വർഷം? 1776. 1776. യെസ്, 1776 ആഡം സ്മിത്ത് എഴുതിയ അദ്ദേഹത്തിന്റെ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസിലാണ് അദ്ദേഹം വെൽത്ത് ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദി ഡെഫിനിഷൻ, എക്കണോമിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് വെൽത്ത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, ഇക്കണോമിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി വെൽത്ത്. ഇനി എന്താണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊസസ് ചെയ്യുന്ന മെറ്റീരിയൽ അസറ്റുകളെയാണ് അദ്ദേഹം വെൽത്ത് എന്ന് പറഞ്ഞത്. അല്ലെ, നമ്മൾ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഹെൽത്ത് ആൻഡ് വെൽത്ത് ഓർമ്മയില്ലേ? അതിൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിയൽ അസറ്റ്സിനെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം പറയുന്നത് ഒരു എന്താ പറയാ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിന് സാമ്പത്തിക ശാസ്ത്രം എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ വെൽത്ത് ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികത്തിന് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്ന ഒരു ഫോഴ്സ് കൊടുക്കുന്ന ഒരു സയൻസ് ആണ് എക്കണോമിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എക്കണോമിക്സ് ഇസ് ദ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് വെൽത്ത്. പിന്നെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഹൗ വെൽത്ത് ഇസ് പ്രൊഡ്യൂസ്ഡ്, കൺസ്യൂംഡ്, എക്സ്ചേഞ്ച്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ വാക്കുകളൊക്കെ ഓർത്ത് വെക്കുക. MCQയിൽ പിടുത്തം കിട്ടുന്നത് ഈ വാക്കുകളാണ്. MCQ അല്ലേ നിങ്ങളുടെ എക്സാം? ഡിസ്ക്രിപ്റ്റീവ് ആണോ? അല്ല, ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവില് നിങ്ങൾ വെറുതെ 6 മാർക്കിന്റെ ഒരു എസ്സേ പഠിച്ചിട്ട് കാര്യമില്ല, ഒരു വാക്ക് പഠിച്ചാൽ മതി. അപ്പൊ ആ വാക്കുകളെയാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഈ വാക്കുകളൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ആഡം സ്മിത്തിനെ സംബന്ധിച്ച് മാൻ ഇസ് ആൻ എക്കണോമിക് മാൻ. ആ എക്കണോമിക് മാൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്തിന്റെ മാത്രം സ്റ്റഡിയാണ് എന്നാണ്. ആൻഡ് എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് വേറെ ഒന്നിലുമല്ല, ജസ്റ്റ് ക്രിയേഷൻ ഓഫ് വെൽത്ത്. എങ്ങനെയാണ് നമ്മൾ സാമ്പത്തികം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെയാണ് ആഡം സ്മിത്ത് ഒരു ഇത് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. മെറ്റീരിയൽ വെൽത്ത്, അതായത് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് വിറ്റാൽ കാശ് കിട്ടുമോ അതിനെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷിനെയാണ് നമ്മൾ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എല്ലാം കൺസിഡർ ചെയ്യുന്നതാണ് ആഡം സ്മിത്തിന്റെ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതിന് ക്രിറ്റിസിസംസ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കാർലൈൽ, റസ്കിൻ, വാൾറസ്, ഡിക്കൻസ്. അവരൊക്കെ പറയുന്നത് വെൽത്ത് മാത്രം കൊണ്ട് ഒരു ഹ്യൂമന്റെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. വെൽത്ത് ഇസ് ഓഫ് നോ യൂസ് അൺലെസ് ഇറ്റ് സാറ്റിസ്ഫൈ ഹ്യൂമൻ വോണ്ട്സ്. അത് അണ്ടർലൈൻ ചെയ്യാം. ഒരു ക്ഷേമം അല്ലെങ്കിൽ ഒരു വെൽഫെയറിന് ഒരിക്കലും ഈ ഡെഫിനിഷൻ ഒരു ഇത് കൊടുക്കുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ദിസ് ഡെഫിനിഷൻ ഇസ് നോട്ട് ഓഫ് മച്ച് ഇമ്പോർട്ടൻസ് ടു മാൻ ആൻഡ് ഹിസ് വെൽഫെയർ. ഒരു രാജ്യത്ത് കാശിനേക്കാൾ കൂടുതൽ വേണ്ടത് ക്ഷേമമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ കയ്യില് സന്തോഷമാണ് വേണ്ടത്, അല്ലെ, കാശിനേക്കാൾ കൂടുതൽ. പക്ഷെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാശില്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. അപ്പൊ ആഡം സ്മിത്ത് പറയുന്ന ആ ഒരു ഐഡിയയിൽ നമുക്ക് ഫുള്ളായിട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല.
അതാണ് ക്രിറ്റിസിസം ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് വെൽഫെയർ ഡെഫിനിഷൻ ബൈ ആൽഫ്രഡ് മാർഷൽ. ഏതാ അദ്ദേഹത്തിന്റെ ബുക്ക്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അത് നോക്കി വായിക്കാൻ എനിക്കും അറിയാം. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി. വർഷം 1870. 1870 അദ്ദേഹം എഴുതിയ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് അദ്ദേഹം വെൽഫെയർ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഡെഫിനിഷൻ ആണ്. ആ ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ എപ്പോഴും കാണാപ്പാടം തന്നെ പഠിക്കുക. ചിലപ്പോൾ ഈ ഡെഫിനിഷൻ കൊടുത്തിട്ട് ഇത് ആരുടെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് അത്രയും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും എഴുതാനൊന്നുമില്ല, ജസ്റ്റ് വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ കുറച്ച് വാക്കുകൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ കണ്ടാൽ ഒന്നുമില്ല പറയാനായിട്ട്. അതിനകത്ത് ഇപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡീൽസ് വിത്ത് വെൽത്ത്. ആ വെൽത്ത് എന്നുള്ള ഒരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആഡം സ്മിത്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ വെൽഫെയർ ഡെഫിനിഷൻ കുറച്ച് വലുതാണ്. അതിന്റെ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് എക്സാമിൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ ആക്ഷൻ which is most closely connected with the attainment and with the use of material requisites of well-being. അദ്ദേഹം ഒരു കാര്യം കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് ആഡം സ്മിത്തിന്റെ ഡെഫിനിഷനിൽ നിന്ന്. എന്താണ്? വെൽഫെയർ അഥവാ ക്ഷേമം പോവർട്ടിയാണ്. ക്ഷേമം അത് ആഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു മനുഷ്യന്റെ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനും കൂടി അദ്ദേഹം ഇത് കൊടുക്കുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽ വെൽത്ത് മാത്രമല്ല, മനുഷ്യനായി തന്നെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇതും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഒരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനും കൂടെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ആൽഫ്രഡ് മാർഷൽ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എക്കണോമിക്സിന്റെ. അപ്പോ വേറെ ഒരു നിവർത്തിയില്ല, അത് വായിച്ചു പഠിക്കുക. ഒരു 5-6 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും കുറച്ച് വാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറും. അത് നോക്കി നിങ്ങൾ ചെയ്യുക. പിന്നെ മാർഷലിന്റെ ഡെഫിനിഷനിൽ എക്കണോമിക്സ് ഇസ് വൺ സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഓഫ് പാർട്ട് ഇസ് വെൽഫെയർ ഓഫ് ദി മാൻ. പറഞ്ഞതുപോലെ തന്നെ ക്ഷേമം വെൽഫെയർ ഓഫ് ദി മാൻ ആണ്. ഒരു മനുഷ്യന്റെ സന്തോഷം അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ പറ്റിയും പഠിക്കുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. അതിന്റെ മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ഇസ് സോഷ്യൽ സയൻസ്. പിന്നെ ഗുഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. മെറ്റീരിയൽ ഗുഡ്സ്, ഇമ്മെറ്റീരിയൽ ഗുഡ്സ്. ഇമ്മെറ്റീരിയൽ ഗുഡ്സ് എന്ന് പറയുന്നതാണ് സർവീസസ്. നമുക്ക് കാണാൻ പറ്റാത്തതാണ് സർവീസസ്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സ് ഇസ് നോർമൽ സയൻസ്. അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു നോർമൽ സയൻസ് ആണെന്നാണ്. എക്കണോമിക്സ് സോഷ്യൽ സയൻസിലേക്ക് വന്നിട്ട് ആകെ 500 വർഷമേ ആകുന്നുള്ളൂ. എക്കണോമിക്സിനെ ആദ്യം നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേര് ആർക്കെങ്കിലും അറിയോ? അത് നിങ്ങൾ എവിടെയും പഠിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ പറ. എക്കണോമിക്സിനെ എക്കണോമിക്സ് എന്ന് പറയുന്ന പേരിട്ടിട്ട് ആകെ ഒരു അബൌട്ട് ഒരു 500 ഇയേഴ്സേ ആവുന്നുള്ളൂ. അതിനു മുമ്പ് എക്കണോമിക്സിനെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്. അതെന്താണ്? മാം ഒരു ഗ്രീക്ക് വേർഡ് ആണോ? അല്ല, അത് എക്കണോമിക്സ് ഒറിജിനേറ്റ് ചെയ്ത വേർഡാണ്. നീ എല്ലാ വാക്കും ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ല, അത് ഞാൻ ചോദിച്ച മറ്റേ എക്കണോമിക്സ് ഡിവൈഡ് ഫ്രം ഇക്കണോമി ആണോ നീ ഉദ്ദേശിച്ചേ? അല്ല, അതൊന്നല്ല. പിന്നെ ഇല്ല, കിട്ടുന്നില്ല. ടീച്ചർ തന്നെ പറഞ്ഞു. എന്താണ് എക്കണോമിക്സിനെ വിളിച്ചിരുന്ന പേര്? എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേര് വരുന്നതിന് മുമ്പ് എക്കണോമിക്സിന് ഒരു പേരുണ്ടായിരുന്നു. നിങ്ങളപ്പോ അറിയുന്ന ആൻസർ മാത്രമേ നിങ്ങൾ ചടപടാന്ന് ഉത്തരം പറയുള്ളൂ അല്ലെ? യെസ്, ഞാൻ തന്നെ പറയാം. പൊളിറ്റിക്കൽ ഇക്കോണമി എന്നാണ് എക്കണോമിക്സിനെ ആദ്യം വിളിച്ചിരുന്ന പേര്. ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയിട്ട് അത് വളരെ കുറച്ച് കാലങ്ങളെ ആവുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്ന ടോപ്പ് പ്രയോറിറ്റീസ് ഗിവൺ ടു മാൻ. വെൽത്തിലല്ല, കാശിലല്ല, മാൻ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനാണ് ആൽഫ്രഡ് മാർഷൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്.
മാർഷൽ എൻഹാൻസ് ദ സ്റ്റാറ്റസ് ഓഫ് എ മാൻ ഫ്രം എക്കണോമിക് മാൻ ടു സോഷ്യൽ മാൻ. അതായത് കാശ് മാത്രം ഉണ്ടെങ്കിലല്ല ഒരാൾക്ക് സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത്. ആ മാന്റെ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനെയാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോഷ്യൽ മാൻ ആയിട്ടാണ് അദ്ദേഹം അതിനെ കൺവേർട്ട് ചെയ്തത്. ഇനി അതിന്റെ കുറച്ച് ക്രിറ്റിസിസംസ് പറയുന്നുണ്ട്. ലയണൽ റോബിൻസ് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ലയണൽ റോബിൻസ് സ്കാർസിറ്റി ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ലയണൽ റോബിൻസ് പറയുന്നത് ഈ ഡെഫിനിഷൻ ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് ഡെഫിനിഷൻ. പിന്നെ ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്, അതായത് നമ്മുടെ എന്താണ് അൺലിമിറ്റഡ് വാണ്ട്സിനെയും ലിമിറ്റഡ് റിസോഴ്സസിനെ പറ്റിയും ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ എക്കണോമിക്സ് മസ്റ്റ് ബി ആസ് എ ഡിസ്ക്രൈബർ നോട്ട് എ സെന്റൻസിന് എന്ത് പ്രശ്നമുണ്ടല്ലോ. ഓക്കെ. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അൺലിമിറ്റഡ് വാണ്ട്സിനും അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസിനും ഒരു ഇത് കൊടുത്തിട്ടില്ല എന്നാണ് ലയണൽ റോബിൻസ് പറയുന്നത്. ഇനി അതിനെ ഇതാക്കിക്കൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് സ്കാർസിറ്റി ഡെഫിനിഷൻ ബൈ ലയണൽ റോബിൻസൺ. പിന്നെ അതുപോലെ തന്നെ മാർഷൽ നെഗ്ലക്റ്റഡ് സം മെറ്റീരിയൽ ഗുഡ്സ് വിച്ച് ഡു നോട്ട് പ്രൊമോട്ട് ഹ്യൂമൻ വെൽഫെയർ. അദ്ദേഹം എന്താ പറയുക, ഇപ്പൊ കുറച്ച് ഒരു ഡീമെറിറ്റ് ഗുഡ്, അതായത് ഒരു എക്കോണമിക്ക് ചിലപ്പോ ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കുന്ന ഗുഡൊന്നും ഹ്യൂമൻ വെൽഫെയറിൽ വരുന്നില്ല എന്നൊന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ സപ്പോസ് ആൽക്കഹോൾ, സിഗരറ്റ് കൺസംഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്കോണമിയിൽ നെഗറ്റീവ് കൺസംഷൻ വരുന്ന ഒരു കാര്യങ്ങളാണ്. അതും അതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെട്ടു എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറയുന്നത്. എപ്പോഴും അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെനക്കേടൊന്നും ആൽഫ്രഡ് മാർഷൽ എടുത്തിട്ടില്ല. പിന്നെ സ്കാർസിറ്റി ഡെഫിനിഷൻ ബൈ റോബിൻസൺ, ലയണൽ റോബിൻസൺ. അദ്ദേഹത്തിന്റെ ബുക്ക് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് ഇൻ 1932 1932 അദ്ദേഹത്തിന്റെ ബുക്ക് ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. അദ്ദേഹം പറയുന്ന ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ: എക്കണോമിക്സ് ഇസ് എ സയൻസ് which studies human behavior as a relationship between ends and scarce means which have alternative uses. ഇദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് കുറച്ചും കൂടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് എക്കണോമിക്സ് ഇസ് എ സയൻസ്, ഹ്യൂമൻ ബിഹേവിയർ. എന്ത് ഹ്യൂമൻ ബിഹേവിയർ ആണ്? എൻസ് ആൻഡ് സ്കാർസ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റഡ് റിസോഴ്സസ്. അപ്പൊ ഒരു ലിമിറ്റഡ് റിസോഴ്സസും അതിനും ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഇപ്പൊ ഒരു 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിക്കാം? മഞ്ചിന് കൊടുക്കുന്നതും ഡയറി മിൽക്കിന് കൊടുക്കുന്നതും സെയിം 10 രൂപ അല്ലേ? അതോ മഞ്ച് മേടിക്കാൻ ഒരു 10 രൂപ, ഡയറി മിൽക്ക് മേടിക്കാൻ വേറൊരു 10 രൂപ, അങ്ങനെ ഉണ്ടോ? ഒരു 10 രൂപയ്ക്ക് ഒരെണ്ണല്ലേ കിട്ടുള്ളൂ. ഒരു 10 രൂപയ്ക്ക് ഒരെണ്ണേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു 10 രൂപയുടെ സാധനങ്ങൾ മേടിക്കാൻ എല്ലാം യൂസ് ചെയ്യുന്നത് ഒരേ 10 രൂപയല്ലേ? ആ ഗാന്ധിജിയുള്ള 10 രൂപ നമ്മൾ യൂസ് ചെയ്യുന്നേ. അപ്പൊ അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസും കൂടെ ഉള്ളപ്പോ അതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 10 രൂപ തന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി വരില്ലേ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു 10 രൂപ കൊണ്ട് ഡയറി മിൽക്ക് മാത്രമേ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 10 രൂപ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ആ കോമൺ 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം അല്ലെ? അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യും. എന്ത് ചൂസ് ചെയ്യും? ഡയറി മിൽക്ക് ഇഷ്ടമുള്ളവർ ഡയറി മിൽക്ക് ചൂസ് ചെയ്യും, മഞ്ച് ഇഷ്ടമുള്ളവർ മഞ്ച് ചൂസ് ചെയ്യും. ഇനി മിഠായി ഇഷ്ടമില്ലാത്തവര് മറ്റേ പഠിപ്പിസ്റ്റ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? മറ്റേ ബുക്കിൽ എഴുതാൻ പേന വാങ്ങിക്കും. ഓക്കെ. അപ്പോ എന്താ സംഭവിക്കുക? ആ ഒരു ഓൾട്ടർനേറ്റീവ് യൂസസിനെയാണ് ഇവിടെ റോബിൻസൺ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റഡി വിച്ച് ഗീവ്സ് ദി ഹ്യൂമൻ ബിഹേവിയർ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ ഒരു സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ലയണൽ റോബിൻസൺ പറയുന്നത്. ഏത് സാഹചര്യം? നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആവുകയും അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യും എന്നാണ് ലയണൽ റോബിൻസ് പറയുന്നത്. അതിന്റെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് ഈ റിസോഴ്സസിനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസ് ചെയ്യുകയാണ്. മനസ്സിലായോ? അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചോയ്സ് വരുന്നത് അവിടെ. ഓക്കെ. ഇപ്പൊ ഒരു പാക്കറ്റ് പാലുണ്ട് നിങ്ങളുടെ കയ്യില്, നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? ചായ വെക്കണോ, പായസം വെക്കണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കേട് ഉണ്ടാക്കണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ. അതാണ് ലിമിറ്റഡ് റിസോഴ്സസ്. ക്ലിയർ ആയോ?
അതിൽ നിന്ന് അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഏതർ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പായസം ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കേട് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ. അവിടെയാണ് ചോയ്സ് വരുന്നത്, ഓൾട്ടർനേറ്റീവ് യൂസസ്. ഇനി അതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സിന് അദ്ദേഹം അനാലിറ്റിക്കൽ സയൻസ്, അതായത് ബിഹേവിയറൽ സയൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ, നമുക്ക് ചെറിയ ആപ്ലിക്കേഷൻ അല്ല, ജനറൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ആണ് അദ്ദേഹം എക്കണോമിക്സിന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ പോസിറ്റീവ് സയൻസ് ആൻഡ് ന്യൂട്രൽ ബിറ്റ്വീൻ എൻഡ്സ്. അതായത് അദ്ദേഹം പറയുന്നത്, ഇതിനകത്ത് അദ്ദേഹം കൊടുക്കുന്ന ഒരു എന്താ പറയാ സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസിനാണ്. അതിന്റെ ക്രിറ്റിസിസം പറയുന്നത് സാമുവൽസൺ ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അദ്ദേഹം അങ്ങനെയാണ് ഗ്രോത്ത് ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അതായത് യൂണിവേഴ്സൽ സയൻസ് ആക്കാൻ സാധിക്കില്ല, കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ ഓരോ സാഹചര്യം അനുസരിച്ച് ഡിഫറൻറ്റ് ആണ്. പിന്നെ നോട്ട് ആപ്ലിക്കബിൾ ടു ഡെവലപ്ഡ് കൺട്രീസ്, നോട്ട് ആപ്ലിക്കബിൾ ടു കമ്മ്യൂണിസ്റ്റ് ഓർ ഡിക്റ്റേറ്റർഷിപ്പ് കൺട്രീസ്. കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സോഷ്യലിസ്റ്റിക് കൺട്രീസ്. പിന്നെ ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇറ്റ് ഇസ് എൻ ഓൾഡ് വൈൻ ഇൻ എ ന്യൂ ബോട്ടിൽ. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ നെഗ്ലെക്ട്സ് ദി ഡൈനാമിക് കോൺസെപ്റ്റ്സ്. എന്താണ് ഡൈനാമിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ ഡൈനാമിക് കോൺസെപ്റ്റ്? ഡൈനാമിക് ആയിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് മാറുക. നാട് ഓടുമ്പോ നടുവേ ഓടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? നമ്മളല്ല, ദൃശ്യം ഫിലിമിലല്ലേ അത് പറഞ്ഞേക്കണേ? അത് തന്നെ. അപ്പൊ നാട് ഓടുമ്പോ നടുവേ ഓടണം എന്ന് പറയുന്നതാണ് ഡൈനാമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളും ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻസും ചേഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹം അതിന് ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് പോൾ എ സാമുവൽസൺ പറയുന്നത്. അദ്ദേഹമാണ് ഗ്രോത്ത് ഡെഫിനിഷൻ ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഗ്രോത്ത് ഡെഫിനിഷൻ ബൈ പോൾ എ സാമുവൽസൺ ഇൻ ഹിസ് ബുക്ക് ആൻ ഇൻട്രൊഡക്ടറി അനാലിസിസ് 1948. ആൻ ഇൻട്രൊഡക്ടറി അനാലിസിസ്, എക്കണോമിക്സ് ആൻഡ് ഇൻട്രൊഡക്ടറി അനാലിസിസ്. അദ്ദേഹത്തിന്റെ ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഡെഫിനിഷൻ കൊടുത്തു. അതും ഇത്തിരി വലുതാണ്. അതുപോലെ തന്നെ വായിച്ച് ഒരു 4-5 പ്രാവശ്യം വായിക്കുമ്പോൾ അതിനകത്ത് വേർഡ്സ് ഒക്കെ നമ്മുടെ തലയിൽ കയറും. അത് സ്ട്രൈക്ക് ചെയ്ത് വെക്കുക. എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് യൂസ് ഓഫ് മണി ടു എംപ്ലോയ് ദി സ്കാർസ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് that would have alternative uses to produce various commodities over time for distribution them for consumption now or in future among the various persons in groups in the society. It analyzes the cost and benefits of improving pattern of resources. അതാണ് പോൾ എ സാമുവൽസൺ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഇത് വായിച്ച് പഠിക്കാതെ ഒരു നിവർത്തിയില്ല. ചിലപ്പോൾ ഈ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ട് ഇത് ആരുടെയൊക്കെയാന്ന് ചോദിക്കും. ഒരു തലയ്ക്ക് റിലേ പോയ പോലെ ഇരിക്കണ്ടെങ്കിൽ ഇത് 3-4 പ്രാവശ്യം വായിച്ചു നോക്കുക, എന്നാൽ മാത്രമേ ആ വേർഡ്സ് കിട്ടുള്ളൂ. അതിലത്തെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് സ്കാർസിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? it accepts the unlimited wants and limited resources which have alternative uses. അത് ഓൾട്ടർനേറ്റീവ് യൂസസിനും അതുപോലെ തന്നെ ലിമിറ്റഡ് വാണ്ട്സിനും അൺലിമിറ്റഡ് വാണ്ട്സിനും ലിമിറ്റഡ് റിസോഴ്സസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി അക്കോർഡിംഗ് ടു സാമുവൽസൺ ദ പ്രോബ്ലം ഓഫ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് നോട്ട് ഓൺലി കൺഫൈൻഡ് ടു പ്രസന്റ് ബട്ട് ഓൾസോ ടു ദി ഫ്യൂച്ചർ. അതാണ് അവിടെ ടൈം എലമെന്റും കൂടെ വരുന്നുണ്ട്. സാമുവൽസൺ പറയുന്നത് ഈ അൺലിമിറ്റഡ് വാണ്ട്സോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസോ എല്ലാം ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ മാത്രം വരുന്നതല്ല, ഒരു ഫ്യൂച്ചറിൽ അദ്ദേഹം പ്രസന്റ് ജനറേഷന് മാത്രമല്ല ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഒരു ആസ്പെക്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ he also adopted a dynamic approach to the study of economics, considering economic growth as an integral part of economics. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കാർസിറ്റി ഡെഫിനിഷൻ, റോബിൻസൺ കൊണ്ടുവന്ന സ്കാർസിറ്റി ഡെഫിനിഷൻ ഒരു എന്താ പറയാ ഡൈനാമിക് അപ്രോച്ച് ഇല്ലാത്തതായിരുന്നു. അപ്പൊ ഇവിടെ അതിനെ തിരുത്തിക്കൊണ്ട് പോൾ എ സാമുവൽസൺ കൊണ്ടുവന്നിരിക്കുന്ന ഡെഫിനിഷനിൽ ഇറ്റ് ഈസ് എ ഡൈനാമിക് അപ്രോച്ച്. അതായത് ചേഞ്ചിങ് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ആ ഡെഫിനിഷനുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സിനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിലൂടെ അദ്ദേഹം പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. 4 ഡെഫിനിഷനും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മാത്രമേ മുന്നോട്ട് എക്കണോമിക്സ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഈ 4 ഡെഫിനിഷനും നിങ്ങൾ പഠിക്കാൻ സാധ്യതയില്ല. 12th ഇതില്ലല്ലോ. യെസ്, ഐ തിങ്ക് 11th ഇതുണ്ട്. യെസ്, 11th യെസ് 11th ഉണ്ട് ഇത്.
ഇനി സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്. സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് നമ്മൾ രണ്ട് തരത്തിലാണ് നോക്കുന്നത്, ട്രഡീഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻസ് ആണ്. അതുപോലെ ഇറ്റ് സ്റ്റഡീസ് മാൻസ് ബിഹേവിയർ. അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് വെൽത്ത് ഇൻ റിലേഷൻ ടു ദി ഹ്യൂമൻ വെൽഫെയർ. ആ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഏർണിംഗ് ആൻഡ് സ്പെൻഡിങ് ഓഫ് ഇൻകം, നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് മെയിൻ ആക്ടിവിറ്റി. പിന്നെ വെൽത്ത് ഇസ് കൺസിഡേർഡ് ആസ് എ മീൻസ് ടു ആൻ എൻഡ്, ദാറ്റ് ഇസ് ദി ഹ്യൂമൻ വെൽഫെയർ. വെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ചിൽ. കാരണം ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു ഇറയാണ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡം സ്മിത്ത് അതിനകത്ത് പെടും. അപ്പോൾ ആഡം സ്മിത്തിന്റെ വെൽത്ത് ഡെഫിനിഷനും അതിനകത്ത് പെടും. ഇനി മോഡേൺ അപ്രോച്ചിൽ കൺസ്യൂമറിനെ ഒരു പ്രൊഡ്യൂസർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ കൺസ്യൂമർ ആയിട്ടോ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവർക്ക് തന്നെ അവരുടെ ഗോൾസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാം എന്നാണ് മോഡേൺ അപ്രോച്ച് പറയുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പോളിസി മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ തിയറിറ്റിക്കൽ ആൻഡ് എംപറിക്കൽ മെത്തേഡ്സ് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസ് ആണ്. പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ് നമ്മൾ വേറെ പഠിക്കും, അതപ്പോൾ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഇറ്റ് സീക്സ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ പ്രോബ്ലം ഇസ് ആൻഡ് ഹൗ ഇറ്റ് ടെൻസ് ടു ബി സോൾവ്ഡ്. എന്താണ് പ്രോബ്ലം എന്നും അതിനുള്ള പ്രോപ്പർ സൊല്യൂഷൻസ് പഠിക്കാനുള്ള ഒരു ഗേറ്റ് വേ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്കണോമിക്സ് ഇഷ്യൂസ് നോട്ട് മിയർലി ആസ് ദേ ആർ ബട്ട് ഓൾസോ ആസ് ദേ ഷുഡ് ബി. എങ്ങനെയാണ് ഒരു എക്കണോമിക് പ്രോബ്ലം ആകേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നല്ല പഠിക്കുന്നത്, എങ്ങനെ ആയി തീരണം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് ഗ്രോത്ത് എക്കണോമിക്സ് ആർ മോർ നോർമേറ്റീവ് ദാൻ പോസിറ്റീവ്. അത് നമുക്ക് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്യാം. ഇനി രണ്ട് തരത്തിലുള്ള എക്കണോമിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് അവിടെ അണ്ടർലൈൻ ചെയ്യാം. മൈക്രോ മാക്രോ നമ്മൾക്ക് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റഗ്നാർ ഫ്രിഷ് ആണ്. രണ്ട് തരത്തിൽ നമ്മൾ എക്കണോമിക്സിനെ ഡീൽ ചെയ്യുന്നു. രണ്ട് തരത്തില് മൈക്രോ എക്കണോമിക്സ് ആയിട്ടും മാക്രോ എക്കണോമിക്സ് ആയിട്ടും. അതിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് ആദ്യം ഡിറൈവ് ചെയ്തിരിക്കുന്നത് മൈക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് വെരി സ്മോൾ. അണ്ടർലൈൻ ചെയ്യാം, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോണേ, അല്ലെങ്കിൽ പിന്നീട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടില്ല. ശരിക്കും ഞാൻ എഴുതിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നോട്ട്സ് ഞാൻ തരാം. ശരിക്കും ആ സമയത്ത് എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ തലയിൽ ഇരിക്കുള്ളൂ. സമയത്തിന്റെ കൺസ്ട്രെയിൻ കാരണമാണ് എഴുതിപ്പിക്കാൻ പറ്റാത്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എഴുതിപ്പിക്കാത്തത്. പഠിക്കുമ്പോൾ എഴുതിയില്ലെങ്കിൽ ഉറക്കം വരും, അതാണ് കാര്യം. യെസ്, മൈക്രോ എക്കണോമിക്സ് ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. അതായത് ഇൻഡിവിജ്വൽ കൺസ്യൂമർ, ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ, ഇൻഡിവിജ്വൽ ഫേംസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. എങ്ങനെയാണ് ഒരു കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു പ്രൊഡ്യൂസറിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് എന്നുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ബോൾഡിങ്ങിന്റെ. മൈക്രോ എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ഫേം, particular household, individual prices, wages, incomes, individual industries, particular commodities, etc. ഇനി സ്കോപ്പ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. എന്തിനാണ് മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന സബ്ജക്ട് മാറ്ററുകളാണ് ആ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. തിയറി ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, തിയറി ഓഫ് ട്രേഡ് സൈക്കിൾസ്. അത് മൊത്തത്തിലുള്ള എക്കണോമിക്സിന്റെ സ്കോപ്പാണ് കേട്ടോ പറയുന്നത്, മൈക്രോ മാത്രമല്ല. Theory of inflation, theory of economic growth, micro theory of distribution demand, consumption, investment. ഇതെല്ലാമാണ് എക്കണോമിക്സിൽ ടോട്ടൽ ആയിട്ട് വരുന്ന സബ്ജക്ട് മാറ്ററുകൾ.
അതൊക്കെ നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മള് കുഴി കുഴിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, അത്രേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദി ഓപ്പറേഷൻ ഓഫ് ഇക്കോണമി, ഇക്കണോമിക് വെൽഫെയർ ഓഫ് പീപ്പിൾ, മാനേജീരിയൽ എക്കണോമിക്സ്. എങ്ങനെയാണ് ഒരു ഫേം അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റഡിയാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അതുപോലെ തന്നെ മാക്രോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിലൂടെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, വിച്ച് മീൻസ് ബിഗ്, വെരി ബിഗ്. അപ്പൊ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റഡീസ് ദി എക്കോണമി ആസ് എ സിംഗിൾ യൂണിറ്റ്, ഹോൾ എക്കോണമി, അഗ്രിഗേറ്റ് എക്കോണമി ആയിട്ടാണ് പഠിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് ദി അഗ്രിഗേറ്റ്സ് ഓർ ടോട്ടൽസ് ആൻഡ് ആവറേജസ്. ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞാലും ഇൻഫ്ലേഷന്റെ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇൻഫ്ലേഷൻ? മാം കാര്യത്തിലാണെങ്കിൽ എല്ലാരും വന്ന് ചാടി ഓടിപ്പോയോ? ഞാൻ ഒന്നും കേട്ടില്ല. Increase in general price level of an economy. ഓ യെസ്, അതിന് ഒരു എക്സാമ്പിൾ പറയാമോ? എക്സാമ്പിൾ എന്ന് പറയുമ്പോ പ്രൊഡക്റ്റ് അങ്ങനെ നമ്മളെല്ലാരും വിറ്റ്നസ് ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്, അതെന്താണെന്നറിയോ? പെട്രോൾ പ്രൈസ്. ഓക്കെ, അതല്ലാണ്ട് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൽ നമ്മൾ വിറ്റ്നസ് ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ലൈവ് എക്സാമ്പിൾ. നിങ്ങൾ എക്കോണമി ഒബ്സർവ് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. എക്കണോമിക്സ് പഠിച്ചാൽ മാത്രം പോരാ, എക്കണോമിക്സ് ലൈഫിൽ അപ്ലൈ ചെയ്യണം. എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എക്കോണമിയെ? ഏതാണ് ഒരു ലൈവ് എക്സാമ്പിൾ? നമ്മളെല്ലാരും വിറ്റ്നസ് ചെയ്തൊരു എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ പറയാ, ഒരു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് സാനിറ്റൈസർ. സാനിറ്റൈസർ ഒന്നുമല്ല. സാനിറ്റൈസർ ഇറ്റ്സ് എ നെസസിറ്റി നൗ. സവാള, ഒണിയന് വില കൂടിയൊരു കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അറൌണ്ട് 250 വരെ എത്തിയൊരു കാലഘട്ടം ഓർക്കുന്നുണ്ടോ ഒരു kgക്ക്? ടീച്ചറെ 2 കൊല്ലം 2 കൊല്ലം ഒന്നും ആയിട്ടില്ല. ഒരു ഓക്കെ 1.5 to 2 years. പക്ഷെ നമ്മൾ ലൈവായിട്ട് വിറ്റ്നസ് ചെയ്തൊരു എക്സാമ്പിൾ ആണ് ഇൻഫ്ലേഷന്റെ ഈ പ്രൈസ് ഹൈക്ക് ഓഫ് ഒണിയൻ. അപ്പോ നമ്മൾ പറയുമ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് മാത്രം സവാളയ്ക്ക് വില കൂടി എന്നല്ല പറയാ, അല്ലെ? മൊത്തത്തില് സവാളയ്ക്ക് വില കൂടി എന്നാണ് പറയാ. അതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ്, അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, ഇതെല്ലാം നമ്മുടെ മൊത്തത്തിലുള്ള ഇന്ത്യനെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എക്കോണമീനെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ്. ഓക്കെ, അപ്പോ അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഡെഫിനിഷൻ ഗാർഡനർ ആക്ലിയുടെ macroeconomics is concerned with such variables as an aggregate volume of output of an economy with the extent to this resources are employed with the size of the national income and with the general price level. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നും പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് വായിച്ചു വെക്കുക. ആരുടെയാണ് എന്താണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിലാക്കുക. അതിന്റെ സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം, എംപ്ലോയ്മെന്റ്, ടോട്ടൽ എംപ്ലോയ്മെന്റ്, ട്രേഡ് സൈക്കിള്, ഇൻഫ്ലേഷൻ, ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. അടുത്ത പേജിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ്. ഇൻഡിപെൻഡന്റ് അല്ല, ഇന്റർ ഡിപ്പെൻഡന്റ്. ഒന്നില്ലാണ്ട് മറ്റൊന്നില്ല. ഈ മൈക്രോ മാക്രോ എന്ന് പറയുന്നത്, നിങ്ങളൊരു ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രീ അല്ലെങ്കിൽ ഓരോരോ ട്രീനെ പറ്റി പഠിക്കുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സും, മൊത്തം ഫോറസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആയിട്ടുമാണ് വരുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്, ട്രേഡ് സൈക്കിൾസ് നമ്മൾ പഠിച്ചു തന്നെ,
ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത്, ഡിസ്ട്രിബ്യൂഷൻ, ഡിമാൻഡ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ സ്കോപ്പ് ആയിട്ട് വരുന്നത്. മാക്രോ എക്കണോമിക്സ് അനാലിസിസ് some problems of the economy. It analyzes some problem of the economy. എന്തൊക്കെയാണ്? Level of output and employment, fluctuation in level of output, employment and national income, changes in general price level, economic growth and economic development, അതുപോലെ തന്നെ theories of distribution. ഇനി എന്തൊക്കെയാണ് മാക്രോ എക്കണോമിക്സിന്റെ സിഗ്നിഫിക്കൻസ് അഥവാ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? It helps to understand the working of economy, formulate policies, prepare plans, അതുപോലെ തന്നെ take remedial measures, അതായത് solutions to the problems. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എക്കണോമിക്സ് is science or an art? Science or an art? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ആണ് സയൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് സയൻസ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അതുപോലെ തന്നെ ഫാക്റ്റുകൾ, കളക്ഷൻ ഓഫ് ഫാക്ട്, അനാലിസിസ് ഓഫ് ഫാക്ട്, അതൊക്കെയാണ് സയൻസിൽ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ ജനറലൈസേഷൻസ് റിവീൽ ചെയ്യുന്നു, അതുപോലെ ലോ ഉണ്ടാക്കുന്നു, തിയറീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആ തിയറീസ് ടെസ്റ്റ് ചെയ്തും ഒബ്സർവ് ചെയ്തും വരുന്നൊരു പ്രോസസ്സാണ് സയൻസിൽ നമ്മൾ നോക്കുന്നത്. അതൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എന്താ പറയാ, ഇറ്റ് ഇസ് റിഗാർഡഡ് ആസ് സയൻസ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ തിയറി ആയിട്ടും ലോ ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് എക്കണോമിക്സിൽ. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. പക്ഷെ മോർ ദാൻ സയൻസ് ഇറ്റ് ഇസ് ആർട്ട്. ഇനി ആർട്ട് എങ്ങനെ, എക്കണോമിക്സ് ആസ് ആൻ ആർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എന്താ പറയാ, ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് റൂൾസ് ഫോർ ദി അറ്റൈൻമെന്റ് ഓഫ് ഗിവൺ എൻഡ്. അതായത് നമ്മൾ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എക്കണോമിക്സ് ആസ് ആൻ ആർട്ട് പറയുന്നത്. ഇനി എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ആർട്ട്? സയൻസ് ഇസ് തിയററ്റിക്കൽ ബട്ട് ആർട്ട് ഇസ് പ്രാക്ടിക്കൽ. നമ്മൾ പറഞ്ഞതുപോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സബ്ജക്റ്റ് ആണ്. എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് ഏത് നിമിഷവും മാറാം. ഓക്കെ, ഒരു അസംഷൻസ് മാറിയാൽ ഇത് ഒരു തിയറി അപ്പാടെ മാറിപ്പോകും. പക്ഷെ സയൻസ് എന്ന് പറയുന്നത്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇപ്പോഴും എവറി ആക്ഷൻ ആസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ തന്നെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അദ്ദേഹം. മനസ്സിലായോ? പക്ഷെ ഒരു ആൽഫ്രഡ് മാർഷൽ ഇട്ട ഡെഫിനിഷനോ അല്ലെങ്കിൽ ലയണൽ റോബിൻസ് ഇട്ട ഡെഫിനിഷനോ ഇതെല്ലാം മാറ്റി എഴുതാനായിട്ടുള്ള നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വലിയ എക്കണോമിസ്റ്റുകൾ ആവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആർട്ട് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കാലിറ്റി ആണ്, സയൻസ് എന്ന് പറഞ്ഞാൽ തിയറട്ടിക്കൽ ആണ്. പിന്നെ സയൻസ് ടീച്ചേഴ്സ് അസ് ടു നോ, പക്ഷെ ആർട്ട് എന്ന് പറയുന്നത് ടു ഡു, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ മനസ്സിലാക്കണം, ഇതെങ്ങനെ ചെയ്യണം. പിന്നെ എക്കണോമിക്സ് സയൻസ് എന്ന് പറയുന്ന മെത്തഡോളജിയും ആർട്ട് എന്ന് പറയുന്നത് ആപ്ലിക്കേഷനും ആണ്. അതിന്റെ പുറകിലുള്ള തിയറട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് സയൻസും അതിന്റെ പുറകിലുള്ള പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത് ആർട്ടും ആണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് ഇസ് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. അണ്ടർലൈൻ ചെയ്യാം. ഇനി എക്കണോമിക്സ് ഇസ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ്. എക്കണോമിക്സിനെ നമ്മൾ രണ്ട് ടൈപ്സ് ആയിട്ട് നോക്കുന്നുണ്ട്. പോസിറ്റീവ് സയൻസ് അഥവാ ആൻഡ് നെഗറ്റീവ് സയൻസ്, അല്ലെങ്കിൽ പോസിറ്റീവ് എക്കണോമിക്സ് അഥവാ നോർമേറ്റീവ് എക്കണോമിക്സ്. അതിൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്റ്റുകളെയാണ് നമ്മൾ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എത്രയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി. പണ്ടത്തെ സോഷ്യൽ സയൻസ് ടീച്ചർ ചോദിക്കണതാ ഫിഫ്ത്തിലൊക്കെ. വാട്ട് ഇസ് ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി ചിൽഡ്രൻ? മാം 7 ബില്യൺ അല്ലേ? എന്തോ 7 ബില്യൺ അല്ലേ? യെസ്, 121 crore. ഏത് സെൻസസ് പ്രകാരമാണ്? സെൻസസ് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടില്ലേ സെൻസസ് മെത്തേഡ്? 2010 ഓടിക്കോളണം ക്ലാസ്സിൽ. 10 അല്ലെങ്കിൽ 11. ഓക്കെ, സോ എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു സെൻസസ് എടുക്കുന്നത്? 10 വർഷം. യെസ്, അവിടെയാണ് 10ഉം 11ഉം കൺഫ്യൂഷൻ ആയതല്ലേ. അപ്പൊ 2011 സെൻസസ് പ്രകാരം ഞാൻ നിങ്ങളോട് പറയാണ് 121 crore ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ
എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് എവിഡൻസ് ഉണ്ട് അല്ലെ. എനിക്ക് ഗവൺമെന്റിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഡാറ്റ വെച്ചിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ പെയ്യാം, പെയ്യാതിരിക്കാം അല്ലെ. അത് നോർമേറ്റീവ് ആണ്. അത് അതിന്റെ എന്താ പറയാ ആപ്ലിക്കേഷൻ ലെവലിലാണ് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത് അവിടെ അണ്ടർലൈൻ ചെയ്യുക, വാട്ട് ഇറ്റ് ഈസ്, എന്താണ് ആക്ച്വലി, അതാണ് പോസിറ്റീവ് സയൻസ്. ഹൗ തിങ്സ് ആർ. ഇറ്റ് ഇസ് നോട്ട് വാല്യൂ ജഡ്ജ്മെന്റ്സ്. ജഡ്ജ്മെന്റ്സ് അല്ല, പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാക്റ്റുകളാണ്. ലയണൽ റോബിൻസ് പ്രകാരം എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസ് ആണ്. അണ്ടർലൈൻ ചെയ്യുക, ലയണൽ റോബിൻസ് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സ് ആസ് എ നോർമേറ്റീവ് സയൻസ്. നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഓട്ട് ടു ബി, അതായത് എന്ത് സംഭവിക്കാം. ദേ ആർ വാല്യൂ ജഡ്ജ്മെന്റ്സ്. ഞാൻ പറയാണ്, മഴക്കാറ് കണ്ടുകൊണ്ട് ഞാനൊരു ജഡ്ജ്മെന്റ് പറയാണ് ഇന്ന് മഴ പെയ്യുന്നു. സോ ദാറ്റ് ഈസ് വാല്യൂ ജഡ്ജ്മെന്റ്. അത് മാറാം, മാറാതിരിക്കാം. It deals with good and bad or right and wrong. അതുപോലെ തന്നെ ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനിഷൻ പ്രകാരം എക്കണോമിക്സ് ഇസ് നോർമേറ്റീവ് സയൻസ്. പക്ഷെ മൊത്തത്തില് എക്കണോമിക്സ് ഇസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. അടുത്തത് ഡിഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഡിഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കാര്യം ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യുക, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രയർ മെത്തേഡ്, അബ്സ്ട്രാക്ട് മെത്തേഡ് ആൻഡ് അനാലിറ്റിക്കൽ മെത്തേഡ്. ഈ പേരൊക്കെ ഓർത്ത് വെച്ചോളണം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക, ഇൻ ദിസ് മെത്തേഡ് ദ ലോജിക് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ. ഒരു ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതിനെയാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാ ബസ്സിനും പച്ചക്കളർ അടിക്കുക, എല്ലാ പ്രൈവറ്റ് ബസ്സിനും പച്ചക്കളർ അടിക്കണം ആണ്, അപ്പോ എന്റെ ബസ്സിനും പച്ചക്കളർ അടിക്കണം. ആ ഒരു കോൺസെപ്റ്റ് ആണ് ജനറൽ ടു പർട്ടിക്കുലർ. ഫുള്ളിൽ നിന്ന് ഒന്നിലേക്ക് വരിക, ഒന്നല്ലെങ്കിൽ ചെറുതിലേക്ക് വരിക. ജനറൽ ടു പർട്ടിക്കുലർ. ഇനി ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നും നമ്മൾ വിളിക്കും. അതിന് താഴെ ഇൻ ദിസ് മെത്തേഡ് ദ ലോജിക് പ്രൊസീഡ്സ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ. പർട്ടിക്കുലർ ടു ജനറൽ. പർട്ടിക്കുലർ ടു ജനറൽ, അതായത് ചെറിയ കാര്യത്തിൽ നിന്ന് വലിയ കാര്യത്തിലേക്ക് ജനറലൈസ് ചെയ്യുക. അതാണ് ഡിഡക്റ്റീവ് മെത്തേഡും ഇൻഡക്റ്റീവ് മെത്തേഡും. അതുപോലെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻജക്റ്റീവ് മെത്തേഡാണ്. കൂടുതലായിട്ട് എക്കണോമിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഇൻജക്റ്റീവ് മെത്തേഡാണ്. ഇനി നമ്മുടെ എക്കോണമിക്ക് 3 പ്രോബ്ലംസ് ഉണ്ട്. ആ 3 പ്രോബ്ലംസ് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഓൾ എക്കോണമി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എക്കോണമിയിൽ എന്തുണ്ടാക്കണം, എന്ത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് ടെക്നീക്ക് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഗുഡ്സ്. അതായത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനാണോ അതാണ് എക്കോണമിയിൽ ഉണ്ടാക്കേണ്ടത്, അതാണ് അതിന്റെ സൊല്യൂഷൻ. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ 2 ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. ക്യാപിറ്റൽ ഇന്റൻസീവും ലേബർ ഇന്റൻസീവും. അതില് ഒരു പ്രൊഡ്യൂസർ ഏത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക? അദ്ദേഹത്തിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും അദ്ദേഹം യൂസ് ചെയ്യുക. കാരണം കോസ്റ്റ് കുറച്ചാൽ മാത്രമേ പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കുള്ളൂ. ഇനി ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കാണോ അത് പൈസ കൊടുത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് വാങ്ങിക്കാൻ, അവർക്ക് വേണ്ടിയിട്ടാണ് എക്കോണമിയിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ്
സൊല്യൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ് 3 സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദി ഇക്കോണമി. എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom ടു പ്രൊഡ്യൂസ്. താഴെ അണ്ടർലൈൻ ചെയ്യാം. വാട്ട് ടു പ്രൊഡ്യൂസ്, resources are diverted for the production of consumer goods or production of capital goods. ഏത് പ്രൊഡക്റ്റ് ആണ് എക്കോണമിയിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് ഒരു ചെറിയ ഹൈഫൻ ഇട്ട് എഴുതി വെക്കാം. ചോയ്സ് ഓഫ് ടെക്നീക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ whom ടു പ്രൊഡ്യൂസ്, ആർക്കാണോ അത് കൊടുത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൺട്രീസിൽ എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് അത് എല്ലാവരിലേക്കും എത്തിക്കുന്നത്, ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയൊക്കെ. ഇത്രയാണ് ഇൻട്രൊഡക്ടറി പാർട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പാർട്ട് ഇത് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാ? ഇല്ല മാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്യൂ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇന്ന് തീരില്ല. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്യൂ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സുബീഷ് സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് ഇത് തരാം. കുറെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിന്റെ ബാക്കിലൊക്കെ ഉണ്ട്, നമ്മൾ വരുന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻസിലേക്ക്. എന്നാലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ MCQ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം, ഒരു ടിപ്പ് എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നതാണ്. ഒരിക്കലും ഒരു കറക്റ്റ് ആൻസർ എന്താന്നുള്ളത് അതിൽ നിന്ന് കണ്ടുപിടിക്കരുത്. തെറ്റുത്തരം കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വന്നു ചേരുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്കായിരിക്കും. നമുക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന 2 ഉത്തരം ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ നിന്നും തെറ്റുത്തരം കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്കായിരിക്കും. കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം 4 നമുക്ക് ഒരുപോലെ തോന്നും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കളയാൻ പറ്റുന്നത് കളഞ്ഞാൽ നമുക്ക് കറക്റ്റിലേക്ക് എത്താം. നമ്മൾ ഈ കോടീശ്വരനില് ഇതൊക്കെ ഇല്ലേ, 50-50 ഇല്ലേ, അതുപോലെ അത് കളഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ കൂടുതൽ സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ഒരു പരിചയം വരണം MCQ ചെയ്ത്. നമ്മൾ ഇത്രയും നാൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആണ് എഴുതിയത്. ഇനി നമുക്കൊരു MCQ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇനി അങ്ങോട്ട് ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസ് ആണെങ്കിലും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇത് എന്താ പറയാ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അതുപോലെ നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യാം. ഓക്കെ, ഏത് ഹെൽപ്പിനും ഞാനുണ്ട്. ഏത് കോൺസെപ്റ്റ് ആണെങ്കിലും, എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും, എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്യാം. ഏത് ടൈമിലാണെങ്കിലും അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്ലാസ് സ്പീഡാക്കിയത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ്. വെറുതെ പഠിച്ച കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ച് നമ്മൾ സമയം കളയണ്ടല്ലോ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളായതുകൊണ്ടാണ്. എന്നാലും അത്യാവശ്യം മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു.